ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മൂന്നാം ക്ലാസ്സിലെ സീഗോലെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ചെയ്തേ കേട്ടോ. ആപ്കോ ഇസ് ചിത്രമേം ക്യാ ക്യാ ദിഖായി ദേ രഹി ഹേ. നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടില്ലേ? ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻമേം സെ കോൻ കോൻ സി വസ്തുവേം, ഇതിൽ ഏതൊക്കെ വസ്തുക്കളാണ് ആ പ്രതിദിൻ ദേഖ്തേ ഹേ, നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഉഗ്തേ ഹുയേ സൂരജ് കോ ദേഖ്കർ, ഈ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടിട്ട് ആപ്കെ മൻ മേ, നിങ്ങളുടെ മനസ്സിൽ കിസ് പ്രകാർ കെ ഭാവ് ആത്തേ ഹേ, നിങ്ങളുടെ മനസ്സിൽ എപ്രകാരമുള്ള ഭാവമാണ് വരുന്നത്? രംഗ് ബിരംഗി ഫൂലോं को देखकर आपको कैसा लगता है, ഈ കളർഫുൾ ആയിട്ടുള്ള പൂക്കളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചിത്രം നോക്കിയിട്ട് നമ്മളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നെക്സ്റ്റ് പേജിൽ വരുന്നതാണ്, ഈ കവിതയിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി. കിസ്സെ ക്യാ സീഖെ മിലാൻ കീജിയെ, ഇതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അത് മാച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. സൂരജിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ജഗ്ന ഓർ ജഗാന, ഉണരാനും ഉണർത്താനും. ഫൂലോം സെ ഹസ്ന, ദെൻ ദീപോം സെ അന്ധേര ദൂർ കർന. ബൗരോം സെ ഗീത് ഗാന, പാട്ട് പാടാൻ. പേടോം സെ ശീസ് ജുക്കാന, തല കുനിക്കാൻ. നദിയോം സെ ജീവൻ മേം സദൈവ് ആകെ ബഡ്ന, നമ്മളെ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോകണം. ഇതാണ് കേട്ടോ ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത പേജിൽ കവിതാ മേ കിസ്സെ സീഖ്നെ കി ബാത് ആപ്കോ സബ്സെ അച്ചി ലഗി ഉസ്കാ ചിത്ര ബനായി ഓർ നാം ലിഖിയെ, ഈ കവിതയിൽ ആരിൽ നിന്ന് പഠിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതിൻ്റെ ചിത്രം വരയ്ക്കാനും പേരെഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഫൂലും സൂരജും. ഫൂലിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ചിരിക്കാൻ പഠിക്കുന്നു. സൂരജിൽ നിന്ന് ജഗ്ന ഓർ ജഗാന അല്ലേ? അപ്പോൾ അതിൻ്റെ പിക്ചറാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. ഇനി പഠിയെ ഓർ ബതായിയെ കി യഹ് ഭാവ് കവിത കി കിസ് പങ്ക്തി മേ ആയാ ഹേ. പഠിയെ ഓർ ബതായിയെ, വായിക്കൂ എന്നിട്ട് പറയൂ ഈ ഭാവങ്ങളൊക്കെ കവിതയിലെ ഏത് വരികളിൽ നിന്നാണ് വരുന്നത്? पेड़ों की झुकी डालियों से हमें यह सीखना है कि हमें हमेशा विनम्र रहना चाहिए. पेड़ों की झुकी डालियाँ, മരത്തിൻ്റെ താഴ്ന്നിട്ടുള്ള കൊമ്പുകളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നമ്മളെപ്പോഴും വിനമ്ര രഹന ചാഹിയെ, നമ്മളെപ്പോഴും എന്താണ് നല്ല വിനയത്തോടു കൂടി താഴ്ന്ന് തല കുനിച്ച് നമ്മൾ നിൽക്കണം, തല താഴ്ത്തി നിൽക്കണം. ഓക്കെ, അഹങ്കാരമൊന്നും പാടില്ല. അപ്പോൾ ഇതിൽ കവിതാക്കി പങ്ക്തി, കവിതയിൽ നിന്ന് ഇത് വരുന്ന വരി ഏതാണ്? തരൂ കി ജുക്കി ഡാലിയോം സെ നിത് സീഖോ ശീഷ് ജുക്കാന. देन हवा के जोंगों से हमें सीखना है कि हम हमेशा कुछ ना कुछ काम करते रहे. ഹവാക്കെ, കാറ്റിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഹം ഹമേശ കുച്ച് നാ കുച്ച് കാം കർത്തേ രഹേ, നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. മീൻസ് ഹവ എപ്പോഴെപ്പോഴും വന്നുകൊണ്ടിരിക്കും, അതേപോലെ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു വരി ഏതാണ്? ഹവാക്കെ ജോങ്കോം സേലോ കോമൽ ബാവ് ബഹാന. देन नदी नहर से हमें सीखना है कि जीवन आगे बढ़ने के काम है और हमें आगे बढ़ना चाहिए, रहना चाहिए. നദി നഹസെ ഹമേ, നദികളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. നദി എങ്ങനെയാണ് ഒഴുകുന്നത്? നേരെ ഒഴുകി പോകും അല്ലേ? അതേപോലെ നമ്മൾ ബഡ്നേക നാം ഹേ ഓർ ഹമേ ആകെ ബഡ്ന ചാഹിയെ, നമ്മൾ നല്ല പേരൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകണം. ആ വരി ഏതാണ്? ജലധാരാസെ സീഖോ ആകെ ജീവൻ പദ്മേ ബഡ്ന. ദെൻ അടുത്തത് സൂരജ് സെ ജഗ്ന ഓർ ജഗാന സീഖ്നെ കി ബാത് കഹി ഗയി ഹേ. സൂര്യനിൽ നിന്ന് നമ്മൾ ഉണരാനും ഉണർത്താനും പഠിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹം സൂരജ് സെ ഓർ ക്യാ ക്യാ സീഖ് സക്തേ ഹേ കോയി ദോ ബാത്തേം ലിഖിയെ. ഇനി നമുക്ക് സൂര്യനിൽ നിന്ന് ഇതും വേറെ എന്തൊക്കെയാണ് സീഖ് സക്തേ ഹേ, പഠിക്കാൻ പറ്റുന്നത്? കോയി ദോ ബാത്തേം ലിഖിയെ, രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ദൂസറോं के जीवन में उजाला फैलना,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരണം. ദെൻ റോസ് അപ്ന കാം കർന, ദിവസവും നമ്മൾ നമ്മളുടെ ജോലികൾ ചെയ്യണം. देन लता और पेड़ों से एक दूसरे के साथ प्रेम और सद्भाव की भावना सीखने के लिए कहा गया है. लता और पेड़ों से ചെടികളിൽ നിന്ന്, വള്ളിച്ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും നമ്മൾ ഏക് ദൂസരേക്ക് സാത്ത്, നമ്മൾ ഒരുമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തോടും സദ്ഭാവ് കി ബാത് സീഖ്നെ കെ ലിയെ കഹാ ഗയാ, നമ്മളെപ്പോഴും നല്ല സ്നേഹത്തോടും വിനയത്തോടൊക്കെ കൂടിയിട്ട് എല്ലാവരുടെ അടുത്തും നമ്മൾ ഇടപഴകണം. അതാണ് നമ്മൾ ലതകളിൽ നിന്നും പേടുകളിൽ നിന്നും പഠിക്കുന്നത്. എന്ന് വെച്ചാൽ പേടുകളിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വള്ളിച്ചെടി ഇങ്ങനെ കിടക്കുക. അതേപോലെ നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് സ്നേഹിക്കണം. ഓർ ഇൻമേം സെ ഹം ക്യാ ക്യാ സീഖ് സക്തേ ഹെ ഓർ കോയി ദോ ബാതേൻ ലിഖി, അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഒരു വേറെ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. മിൽ ജുൽക്കർ രഹന, കണ്ട മിൽ ജുൽക്കർ, ഒരുമിച്ച് നമ്മൾ താമസിക്കണം, എല്ലാവരും കൂടി നല്ല സ്നേഹത്തോടു കൂടി ഒരുമിച്ച് താമസിക്കാം. ദൂസരോं की मदद करना, മറ്റുള്ളവരെ സഹായിക്കണം. ഹം സബി മേ കോയി ന കോയി വിശേഷത അവശ്യ ഹോത്തി ഹെ, നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശേഷതകൾ നമ്മൾക്ക് ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ നമുക്ക് എന്തായാലും വേണം. ആപ്പ് അപ്പിൻ്റെ സഹപാഠിക്ക് കോൺസി ബാത് സീഖ്ന ചാഹത്തെ ഹെ, നിങ്ങൾ നിങ്ങളുടെ സഹപാഠിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൂസരോं की मदद करना, മറ്റുള്ളവരെ സഹായിക്കുക. പ്യാർ और सम्मान से बात करना, बातें करना, എന്താണ് സ്നേഹത്തോടും നല്ല റെസ്പെക്റ്റോടു കൂടി മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക. ഹമേശ സച്ച് ബോൾന, എപ്പോഴും സത്യം പറയുക. അടുത്ത പേജിൽ പറയുന്നതാണ് ശബ്ദ് ഓർ അർത്ത്. തരുയുടെ അർത്ഥമാണ് പേട്, ശീഷ് എന്ന് പറഞ്ഞാൽ സിർ തല, പൃഥ്വി ഭൂമി ധർത്തി, ഹർന കളയ, ദൂർ കർണ മാറ്റി നിർത്തുക, ദൂരേക്ക് കളയ ഒഴിവാക്കാം. പദ് എന്ന് പറഞ്ഞാൽ രാസ്ത മാർഗ് വഴി. ऊपर दी गई सूची को ध्यान से पढ़िए, इनमें से कोई 2 शब्द लेकर वाक्य बनाई है. ഇവിടെ മേലെന്ന് എന്താണ് നന്നായിട്ട് മേലത്തെ കൊടുത്തിട്ടുള്ള ഈ ഒരു പട്ടിക നന്നായിട്ട് വായിക്കുക. ഇൻമേ സെ കോയി 2 ശബ്ദ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ശബ്ദം എടുത്തിട്ട് വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് തരു എടുത്തിട്ടുണ്ട്. തരു എന്ന് പറഞ്ഞാൽ മരം. തരു ഹമേ ചായ ഓർ ഫൽ ദേത്തെ ഹേ, തരു മരം നമുക്ക് എന്താണ് തരുന്നത്, നിഴൽ തണലും ഫൽ പഴങ്ങളും തരുന്നു. അടുത്തത് എന്താണ്, ശീഷ് ആണ് എടുത്തിട്ടുള്ളത്. മേനെ ശീഷ് ജുക്കാക്കർ പ്രണാം കിയ, ഞാൻ തല കുനിച്ച് നമസ്കരിച്ചു. ദൂത് ഓർ പാനി സെ സീക്കോ മിൽന ഓർ മിലാന, വെള്ളത്തിൽ നിന്നും പാലിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, മിൽന ഓർ മിലാന, കലരാനും കലർത്താനും. രേഖാകിൻ്റെ ശബ്ദം സെ സമാൻ കുച്ച് ഓർ ശബ്ദ ബനായിയെ, ഇപ്പോൾ ഈ അടിവരയിട്ടിട്ടുള്ള ശബ്ദങ്ങൾ കണ്ടില്ലേ, അതിൽ നിന്ന് നമ്മൾ വേറെ വാക്കുകൾ അതേപോലെ ഉണ്ടാക്കണം. ഓർ ഹസാന, സീഖ്ന ഓർ സിഖാന, പഠന ഓർ പഠാന, ഗാന ഓർ ഗിലാന, സോന ഓർ सुलाना, चढ़ना और चढ़ाना. देन सा और पा वर्ण से प्रारंभ होने वाले शब्दों को कविता से गूंज कर लिखिए. സായിൽ നിന്നും പായിൽ നിന്നും തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ കവിതയിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാ വെച്ചിട്ട് സീക്കോ, സോന, സച്ചി, സബ്കോ, സൂരജ്. പാ വെച്ചിട്ട് പാനി, പേട്, പദ്, പൃഥ്വി, പ്രാണി. देन तालिका आ था तदा बा में दिए गए शब्दों का उच्चारण कीजिए और इनमें अंतर പഹചാനിയെ. ആയും ബായും 2 കള്ളികളാണ് കൊടുത്തിട്ടുള്ളത്. അതിലത്തെ വാക്കുകൾ വായിച്ചിട്ട് അതിനെന്താണ് വ്യത്യാസം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പട, ബഡ, അഡ്ന, ഉഡ്ന, കടായി, ലഡായി, ഫട, ഭഡ, ബഡ്ന, പഠന, കടായി, ചടായി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണ് കാണാൻ കഴിയുന്നത്? ഇവിടെ ഈ ഢായാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഈ ഢ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.